നായനമ്മ ബെരേട്ട വെച്ചിട്ടാണ് ഈ ഗാന്ധിയെ ഇല്ലാതാക്കിയത്. ഈ ഗാന്ധിയെ വധിച്ച പ്രത്യയശാസ്ത്രം ഉള്ളിൽ പേറുന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അത്തരം ആളുകൾ ഗാന്ധിയുടെ തന്നെ ശവകുടീരത്തിൽ പോയി പുഷ്പാർച്ചന അർപ്പിക്കുമ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അങ്ങനെ അതൊരു പ്രശ്നമല്ലാതായിട്ട് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സമരം ചെയ്യാനുള്ള, ചിന്തിക്കാനുള്ള യുക്തിയെ ഫാസിസ്റ്റുകൾ നുണപ്രചരണത്തിലൂടെ, ബോധമലിനീകരണത്തിലൂടെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ നോവൽ എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് അങ്ങനെ കുറേ ഗാന്ധി സഞ്ചരിച്ച വഴികളിലൂടെ, ഗാന്ധി ഘാതകർ സഞ്ചരിച്ച വഴികളിലൂടെ ഒക്കെ പോകാമെന്ന് വിചാരിച്ചു. അത് വലിയ ടാസ്ക്കായി. പ്രൊപ്പഗോണ്ട നോവലായിട്ട് ഇത് നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഇന്ന് കാണുന്ന ഈ ഭരണകൂട ഭീകരതയെ, മിലിറ്റൻ്റ് ഫാസിസത്തെ തുറന്നു കാട്ടാനുള്ള ഒരു പ്രതലം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിൽ എൻ്റെ രാഷ്ട്രീയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നാളെ വിലാപയാത്ര ബിർള ഹൗസിൽ നിന്ന് യമുനയുടെ തീരത്തേക്ക് ചിതയൊരുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഗാന്ധിയുടെ ശവശരീരം മറയ്ക്കരുത് എന്നുള്ള തീരുമാനം എടുക്കുകയാണ്, തുണി കൊണ്ട്. കാരണം എന്താണ്? ഗാന്ധിക്കേറ്റ മുറിവുകൾ ആരാണ് ഉണ്ടാക്കിയത് എന്ന് ലോകം കാണട്ടെ എന്ന് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കും. നയൻ എം ബരേറ്റ 1948 ജനുവരി 30 വിനായക് നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത തോക്ക്. ഗാന്ധി മ്യൂസിയത്തിൻ്റെ രക്തസാക്ഷി ഗാലറിയിൽ നിന്നും മ്യൂസിയത്തിൻ്റെ ഇരുട്ടറയിലേക്ക് മാറ്റപ്പെട്ട തോക്ക്. ഈ തോക്കിനെ വീണ്ടെടുത്ത നയൻ എം ബരേറ്റ എന്ന നോവലിൻ്റെ രചയിതാവായ വിനോദ് കൃഷ്ണയാണ് ഇന്ന് കേരളീയം ടോക്കിൽ. നമസ്കാരം. നയൻ എം ബരേറ്റ, ഗാന്ധിയെ കൊലപ്പെടുത്തിയ തോക്ക്. ആദ്യ നോവലിന് ഇത്തരമൊരു പേരും വിഷയവും തിരഞ്ഞെടുത്തത് തികച്ചും കാലാനുസൃതമായി തന്നെയാണ്. എന്നാൽ ഈ നോവലിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു സാഹിത്യം ഭാവിയെ നിർമ്മിക്കാനുള്ളൊരു പദ്ധതിയാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് മുമ്പേ ഉണ്ട് ചെറുകഥയൊക്കെ എഴുതുന്ന സമയത്ത്. പക്ഷെ ഇത്തരം ഒരു ബൃഹത്തായ ഒരു ആഖ്യാനത്തിലേക്ക് എന്നെ എത്തിച്ചത് നാം ഇന്ന് ജീവിക്കുന്ന സംഘർഷഭരിതമായ ചുറ്റുപാടുകളാണ്. നമ്മൾ ഫാസിസം വരുന്നു എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ. പക്ഷെ അതെന്താണെന്ന് ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ഡാറ്റ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ, ഈ രാജ്യം നമുക്ക് ജീവിക്കാൻ കൊള്ളാത്ത അത്രയും ദുഷ്കരമായി തീരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് നമ്മുടെ മുന്നിൽ പല രീതിയിലുണ്ട്. അതുമാത്രമല്ല, ദൈനംദിനം നമ്മൾ അനുഭവിക്കുന്ന ഇന്ത്യ എന്ന സങ്കല്പത്തിന് ഏൽക്കുന്ന മുറിവുകൾ ഇത്തരത്തിലുള്ള വർക്ക് ഓഫ് ആർട്ട് ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 9 വർഷം മുമ്പ് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആർട്ട് എന്ന രീതിയിൽ പോയട്രി ഇൻസ്റ്റലേഷൻ ചെയ്ത സമയത്ത് അത് ഗാലറിയിലേക്ക് അത് കാണാൻ, ആർട്ട് ഗാലറിയിലേക്ക് അത് കാണാൻ സാധാരണ ജനങ്ങൾ വരികയും അവർ രാഷ്ട്രീയം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യ ബോധത്തെ ഹനിക്കുന്ന എന്തോ ഒന്ന് ഈ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. തീർച്ചയായും ദീർഘകാലം മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു നോവൽ എഴുതുമ്പോൾ അതിൻ്റെ പിന്നിൽ നടത്തിയ ഒരു അന്വേഷണം എത്തരത്തിലായിരുന്നു? ഒരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള പരിശീലനം അതിന് ഏതെങ്കിലും നിലക്ക് സഹായകമായിട്ടുണ്ടോ? ഞാൻ പരിശീലനം നേടിയ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നില്ല. ഞാൻ ജേർണലിസം കഴിഞ്ഞിട്ടില്ല. മലയാളം തന്നെ ഞാൻ വളരെ വൈകി പഠിച്ച ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നമ്മളെ ചിലതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ലോകത്തെല്ലായിടത്തും വർക്ക് ഓഫ് ആർട്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ മൗലികമായ രചനകൾ അല്ലാതെയും ഉണ്ടാവാം. വൈയക്തിക വികാരങ്ങളെ വലിയ കൃതികളായിട്ട് നമുക്ക് അനുഭവിപ്പിച്ച ഒരുപാട് പുസ്തകങ്ങൾ, ശില്പങ്ങൾ, ചിത്രങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഞാൻ അത് തള്ളിപ്പറയല്ല. പക്ഷേ നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നാം സ്വപ്നം കണ്ട ചുറ്റുപാടുകളല്ലാതായി തീരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആത്മസംഘർഷം, അല്ലെങ്കിൽ ഒരു സ്വയം സമരമാകേണ്ട സമയമാണ് ഇത് എന്ന് നമുക്ക് തോന്നുന്നൊരു ഘട്ടത്തിൽ ഏതൊരു എഴുത്തുകാരനും ഏതൊരു ചിത്രകാരനും അവരുടെ മേഖലകളിൽ അത്തരത്തിലുള്ള കൃതികളെ
അടയാളപ്പെടുത്തുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ശരിക്കും നമ്മളൊരു പീരീഡ് ആവിഷ്കരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം ഞാൻ എഴുതുമ്പോൾ ഒന്നാമത് ഞാൻ നേരത്തെ നോവൽ എഴുതി പരിചയമുള്ള ആളല്ല. ഒരുപാട് ക്ലാസിക്കായിട്ടുള്ള നോവലുകൾ വായിച്ചും പരിചയമുള്ള ഒരാളല്ല. എനിക്കിഷ്ടമുള്ളതാണ് എപ്പോഴും വായിക്കുന്നത്. കൂടുതലും മനുഷ്യരെ വായിക്കാനാണ് ഇഷ്ടം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ നടക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ മാനറിസം, അവരുടെ ആ നടത്തത്തിൽ നമ്മൾ ഒരാളുടെ ജാതി, ഒരാളുടെ ഭാഷ, ഒരാളുടെ വേഷം പിന്നെ വിസിബിളാണ്, ഒരാളുടെ എന്താ പറയുക സങ്കടങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ നോവൽ എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് അങ്ങനെ കുറേ ഈ ഗാന്ധി സഞ്ചരിച്ച വഴികളിലൂടെ, ഗാന്ധി ഘാതകർ സഞ്ചരിച്ച വഴികളിലൂടെ ഒക്കെ പോകാമെന്ന് വിചാരിച്ചു. അത് വലിയ ടാസ്ക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ ഗാന്ധി മ്യൂസിയത്തിൽ പോയ സമയത്ത് അവിടെ കുറേ ഫോട്ടോഗ്രാഫുകൾ എടുത്ത, ഗാന്ധിയുടെ ഫോട്ടോഗ്രാഫുകൾ എടുത്ത ഹെൻറി കാർട്ടിയർ ബ്രസൻ എന്ന് പറയുന്ന ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോഗ്രാഫ്സ് കാണാനിടയായി. ആ ഫോട്ടോഗ്രാഫ്സ് പിന്നെ ഞാൻ അവരുടെ ഫൗണ്ടേഷന് മെയിൽ അയക്കുകയും അദ്ദേഹം എടുത്തിട്ടുള്ള സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയുടെ റയർ ഫോട്ടോഗ്രാഫ്സുകൾ അയച്ചെറിഞ്ഞു. ഇപ്പോൾ ഗാന്ധിയുടെ വിലാപയാത്ര പോലും നമ്മൾ ഇന്ന് ഗാന്ധിക്കേറ്റ മുറിവുകൾ കാണുന്നത് അദ്ദേഹം എടുത്ത ഫോട്ടോഗ്രാഫ്സിലൂടെയാണ്. അപ്പോൾ ആ കാലഘട്ടം ആ സമയത്തൊക്കെ അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. ഇപ്പോൾ പൂനെയിലും മഹാരാഷ്ട്രയിലും ഒക്കെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫുകൾ എടുത്ത് നടക്കുകയും പിന്നെ ഈ ഗാന്ധിയെ ബിർള ഹൗസിൽ ചെന്ന് കണ്ട് ഫോട്ടോഗ്രാഫ്സുകൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെയാണ് ഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫുകൾ ഒരു വലിയ സോഴ്സായിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം ആ കാലഘട്ടത്തെ പിടിക്കാൻ, നമുക്ക് അടയാളപ്പെടുത്താൻ അത് സഹായിച്ചിട്ടുണ്ട്. അന്ന് ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, ആളുകൾ ഏത് തരം സ്ട്രീറ്റിലൂടെയാണ് നടന്നു പോകുന്നത്, ആളുകൾ എങ്ങനെയാണ് നടക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നടത്തം. അപ്പോൾ ഇതിൽ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഡ്രൗൺ ട്രോഡൻ സെക്ഷനായിട്ടുള്ള സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിൽ മിക്ക സാധാരണ ആളുകളാണല്ലോ കൂടുതലായിട്ട് അദ്ദേഹം പകർത്തിയത്. ഇതിലുള്ള ആളുകൾ മുഴുവൻ വളഞ്ഞിട്ടാണ് നടക്കുന്നത്. ജാതിബോധം, അതേപോലെ ഈ കൊളോണിയൽ അധികാരം ഒക്കെ ഏൽപ്പിച്ച മുറിവുകൾ അവൻ്റെ നടത്തത്തിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കണ്ടെത്തലായിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം ഒരു ഫോട്ടോഗ്രാഫിലും ഒരു നിവർന്ന് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഭൂമികയായി തീർന്നത്, ഗാന്ധി എന്ന ഒരു വലിയ സമര സഖാവ് എങ്ങനെയാണ് ഈ ഒരു ജനതയെ മാറ്റി തീർക്കാനുള്ള ഒരു ആത്മസംഘർഷത്തിൻ്റെയും സമരത്തിൻ്റെയും വഴി സ്വീകരിച്ചത് എന്നൊക്കെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫിൽ നിന്ന് കിട്ടും. ഗാന്ധിയുടെ ഫോട്ടോ അതിലില്ലെങ്കിൽ പോലും ആ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ് സത്യത്തിൽ ഈ നോവൽ എഴുത്തിന് ആക്കം കൂട്ടിയത്. ഈ ചരിത്രത്തിൻ്റെ ലൂപ്പ് ഹോളുകളിൽ ഫിക്ഷൻ നിറയ്ക്കുന്ന ഒരു പ്രക്രിയയായിട്ട് അത് മാറ്റണമെന്നുള്ളൊരു ബോധ്യം എഴുത്തിൻ്റെ വഴിയിൽ എവിടെയോ വെച്ച് എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ പീരീഡിനെ ആവിഷ്കരിക്കാനായിട്ട് ഈ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ചത്. അപ്പോൾ ഗാന്ധിയെയും ഗോഡ്സെയെയും ഒരേ സമയം വിഭാവനം ചെയ്യേണ്ടി വരുന്ന ഒരു കർമ്മമായിരുന്നു നൈന ബരേറ്റയുടെ രചന. ഈ വിരുദ്ധമാനങ്ങളുള്ള കഥാപാത്രങ്ങളെ, വിരുദ്ധ ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കഥാപാത്രങ്ങളെ ഒരു നോവലിൻ്റെ ഘടനയ്ക്ക് അകത്ത് ഒരേ സമയം വിഭാവനം ചെയ്യുന്ന ആ ഒരു നോവലിസ്റ്റിൻ്റെ ഒരു രചനാ രീതി ഏത് തരത്തിലായിരുന്നു? ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവും അപ്പുറത്ത് നിൽക്കുന്ന കഥാപാത്രം ഒരു ഫാസിസ്റ്റ് മനോഭാവമുള്ള, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം സംസാരിക്കുന്ന, ഗാന്ധിയെ ഇല്ലാതാക്കിയ പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തിയ ഒരാളുമാണ്. അപ്പോൾ രണ്ടു പേരെയും ഒരേ ത്രാസിൽ നമുക്ക് അങ്ങനെ നിർത്താനായിട്ട് സാധിക്കില്ല. ഒരു എഴുത്തുകാരൻ്റെ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അതിനകത്ത് ഞാൻ പുറത്ത് കിടന്നത്, നാം ഒരു നോവലിസ്റ്റ് പക്ഷം പിടിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് ഗോഡ്സെ എൻ്റെ കഥാപാത്രമാണ് നോവലിൽ, ഗാന്ധിയും എൻ്റെ കഥാപാത്രമാണ്. കഥാപാത്രങ്ങളോട് നീതി ചെയ്യുക എന്നുള്ളൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഈ സംഘർഷത്തെ നമുക്ക് മറികടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ ഗോഡ്സെ ആയിട്ട് ഗോഡ്സെയുടെ ജീവിതം എഴുതുമ്പോൾ ഗോഡ്സെ കടന്നു പോയിട്ടുള്ള ജീവിതാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതും ഗാന്ധി അനലൈസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. പിന്നീട് വായനക്കാരാണ് അതിനെ കണ്ടുപിടിക്കേണ്ടത്. ഗാന്ധി എന്താണെന്നുള്ളത് നമുക്കറിയാം, ഗോഡ്സെ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് വായനയിൽ ആളുകൾ കണ്ടെത്തും അത് അങ്ങനെ. കാരണം ഇവരെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം, അതിൻ്റെ ഒരു ചരിത്രം ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും എപ്പോഴും ആളുകൾ വായിക്കുക.
അപ്പോൾ അതുകൊണ്ട് ഈ സംഘർഷത്തെ ഞാൻ അങ്ങനെയാണ് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഗോഡ്സെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഈ കഥാപാത്രത്തെ ഞാൻ എഴുതുമ്പോൾ അങ്ങനെ ഒരു പക്ഷപാതത്തോട് കൂടിയിട്ട് ആ കഥാപാത്രത്തെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പ്രൊപ്പഗൻഡ നോവലായി. അപ്പോൾ ഒരു പ്രൊപ്പഗൻഡ നോവലായിട്ട് ഇത് നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഇന്ന് കാണുന്ന ഈ ഭരണകൂട ഭീകരതയെ, ഈ മിലിറ്റൻ്റ് ഫാസിസത്തെ തുറന്നു കാട്ടാനുള്ള ഒരു പ്രതലം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിൽ എൻ്റെ രാഷ്ട്രീയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഹോണസ്റ്റായിട്ട് ആ കഥാപാത്രങ്ങൾ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് ജീവിതത്തിൽ അവരെ അതേപോലെ ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചത്. അതിൽ ഞാൻ ഭാവന കലർത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പക്ഷേ ഈ 1948, 2017 ഇങ്ങനെ ഓരോ കാലങ്ങൾ ജുട്ടോ ബോക്സ് ചെയ്തിട്ടാണ് ഈ നോവൽ വരുന്നത്. അപ്പോൾ ഈ 1948 കുറിച്ച് സംസാരിക്കുമ്പോൾ നാം ഈ ബോധമലിനീകരണം കൊണ്ട്, നുണപ്രചരണം കൊണ്ട് ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു കാലത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു നോവൽ എഴുതുമ്പോൾ ഞാൻ എഴുതുന്നത് ഇതിനെ മറികടക്കുന്ന ഒരു നെറേറ്റീവിലാവണമെന്നുള്ള ഒരു വാശി എനിക്കുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനും കൂടി അതിൽ ഒരു ഫിക്ഷൻ കലർത്തി ആ ഒരു ചരിത്രത്തെ ഒരു നുണപ്രചരണമാക്കി ഈ മാറ്റുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കഥാപാത്രത്തിൻ്റെ മനോവിചാരങ്ങളൊക്കെ കടന്നുകൂടിയാൽ അത് ഒരു ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ നോവൽ എഴുതുമ്പോൾ ശ്രദ്ധിച്ചത്. കാരണം ഇത് ഒരുപാട് കാലം നിലനിൽക്കേണ്ട ഒരു കൃതി ആയിട്ട് വരണമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ജീവിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുക, ഞാൻ ജീവിക്കുന്ന കാലത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റായിട്ട് എൻ്റെ ആവിഷ്കാരങ്ങൾ വരിക എന്നുള്ളത് മാത്രമേ എൻ്റെ ആഗ്രഹത്തിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സെൻസിലാണ് ഞാൻ ഈ കഥാപാത്രങ്ങളെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ചരിത്രത്തിൽ നിന്ന് ഒരു നോവൽ ഉരുവപ്പെടുമ്പോൾ പോലും ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകമായ ഭാവന അതിനെ തടഞ്ഞു നിർത്താൻ പ്രയാസമാണല്ലോ. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെയും ഭാവനയുടെയും ഈ കലർപ്പും അതിൻ്റെ സമന്വയവും ഏത് നിലയിലാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത്? അതിൻ്റെ ഒരു അതിർവരമ്പ് എങ്ങനെയാണ് നിശ്ചയിക്കാനായത്? ശരിക്കും ഇത് നോവൽ എന്നോ എഴുത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിന്ന് പോകേണ്ടതായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ആ മനുഷ്യരനുഭവിക്കുന്ന സങ്കടങ്ങൾ നമ്മളൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്ന സങ്കടങ്ങൾ തന്നെയാണല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് വരികയാണ്. അപ്പോൾ അത് ഒരു വലിയ പ്രേരണയാണ് ഈ ഒരു ക്രിയേറ്റർ എന്ന നിലക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ആ ഒരു ചരിത്രത്തെ രണ്ട് കാലങ്ങളാക്കി വിഭജിച്ചുകൊണ്ട് അതിനെ കൂട്ടിയിണക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അന്ന് എങ്ങനെയാണോ മനുഷ്യവിരുദ്ധമായ രാഷ്ട്രീയം പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ് ഇന്നും അത് തുടരുന്നത്. അതിൻ്റെ ടൂളുകളിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഈ കാലങ്ങൾ മാറ്റി എഴുതുമ്പോഴും കിട്ടും എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നു. അങ്ങനെയാണ് അത് ഈ രണ്ട് കാലങ്ങൾ ആക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ അത് പോയത്. അതിൻ്റെ ഒരു ക്രാഫ്റ്റായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ലാംഗ്വേജ് കണ്ടുപിടിക്കൽ വലിയ പ്രയാസമാണ്. കാരണം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ 1948 ഒരു സ്ഥലത്തിൻ്റെ പേരല്ല 2017 ആ സ്ഥലത്തിൻ്റെ പേര്. അത് തന്നെ വലിയൊരു പൊളിറ്റിക്സാണ്. കാരണം പൂന എന്നുള്ള ഒരു നഗരത്തിൻ്റെ പുതിയ പേര് പൂനെ എന്നാണ്. അതുപോലെ പല എയർപോർട്ടുകളുടെ പേര്, അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് ഒക്കെ മാറി. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു ചരിത്രത്തെ മാറ്റാനുള്ള വലിയ സോഷ്യൽ എൻജിനീയറിങ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് എൻ്റെ മുന്നിൽ വന്നിരുന്നു. അത് തന്നെയാണ് എനിക്ക് ശക്തി നൽകിയത്. ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ഒരു കമ്പാരിസൺ വരികയാണ്. നമ്മുടെ മുൻ തലമുറകളിൽ സമരം ചെയ്ത് രക്തസാക്ഷിയായി പോയ ആളുകളുടെ ചരിത്രത്തെ അതിൻ്റെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നാം ബ്രീത്ത് ചെയ്യുന്നത്. നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റാരുടെയോ രക്തസാക്ഷിത്വമാണ്. അതിനെ മാനിക്കേണ്ടത് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഇത്തരത്തിലൊരു ചരിത്ര ആഖ്യായിക സൃഷ്ടിക്കുമ്പോൾ അത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണിത്. പൊളിറ്റിക്കൽ ആർട്ടിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും പൊളിറ്റിക്കൽ ആർട്ട് ഏകപക്ഷീയമായൊരു മുദ്രാവാക്യ സ്വഭാവമുള്ള രചനകളിലേക്കാണ് എത്തിപ്പെടാറുള്ളത്. എന്നാൽ ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ ഘടനാപരമായിട്ടുള്ള സവിശേഷതയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഗാന്ധി വധത്തിന് ഒരുങ്ങുന്ന, അതിനുവേണ്ടി സഞ്ചരിക്കുന്ന ഒരു സംഘത്തെ പിന്തുടരുന്നത് പോലെ തന്നെ സമകാലികമായിട്ടുള്ള ഇന്ത്യയിലെ ഈ RSSൻ്റെ പ്രവർത്തനങ്ങളെയും ഈ നോവൽ പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ മുദ്രാവാക്യ സ്വഭാവമുള്ള രചനകളിലേക്ക് നയിക്കാതെ
എങ്ങനെ സർഗാത്മകമായ പവർഫുള്ളായ പൊളിറ്റിക്കൽ ആർട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും? ഈ നോവലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ ഈ കോൺസ്പിറസിയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ പലരും വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളായിരുന്നു, രണ്ട് അത്ര തന്നെ കാൽപ്പനികരായ ആളുകളായിരുന്നു. അപ്പോൾ നാരായൺ ആപ്തയുടെ ലൈഫ് വായിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ഫിക്ഷനെ വെല്ലുന്നൊരു ജീവിതമാണ്. തീർച്ചയായും ഞാൻ ഫാസിസ്റ്റുകൾ വെള്ളപൂശാൻ വേണ്ടി പറയുന്നതായിട്ട് ധരിക്കരുത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോണസ്റ്റായിട്ട് നമ്മൾ ഒരു ജീവിതത്തെ സമീപിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ധാരാളം ഫിക്ഷനുണ്ട്. അപ്പോൾ അതിൽ പ്രണയമുണ്ട്. തൻ്റെ വിദ്യാർത്ഥികളെ അദ്ദേഹം പല രീതിയിൽ ചൂഷണം ചെയ്യുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ഒരു റിയാലിറ്റി അപ്പുറത്തുണ്ട്. അപ്പം എന്നോട് പലരും ചോദിച്ചത് ഇത് ഫിക്ഷനാണോ എന്നാണ് ചോദിച്ചത്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? കാരണം ഇങ്ങനെയുള്ള ഒരു പ്രതിലോമകരമായൊരു രാഷ്ട്രീയ ശക്തിയുടെ പ്രതീകമായി നിൽക്കുന്ന ഒരു ജീവിതം നയിച്ച ഒരാളെ എന്തിനാണ് ഇത്തരത്തിലൊരു ഹീറോയിസം കൊടുത്തതെന്ന്. ഞാനതിൽ ഹീറോയിസം ഒന്നും കൊടുത്തില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കപൂർ കമ്മീഷൻ റിപ്പോർട്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ FIR വായിച്ചു കഴിഞ്ഞാൽ ഇവർ സഞ്ചരിച്ച വഴികൾ, ഇവരുടെ ജീവിത വഴികൾ നമുക്ക് മനസ്സിലാവും. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ കാൽപ്പനികമാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ ജീവിതമുണ്ട്. ആ ജീവിതം നമ്മുടെ ആപത്കരമായൊരു ജീവിതമാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ ഫാസിസ്റ്റുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് നാനമ്മ ബെരേട്ട വെച്ചിട്ടാണ് ഈ ഗാന്ധിയെ ഇല്ലാതാക്കിയത്. ഈ ഗാന്ധിയെ വധിച്ച പ്രത്യയശാസ്ത്രം ഉള്ളിൽ പേറുന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അത്തരം ആളുകൾ ഗാന്ധിയുടെ തന്നെ ശവകുടീരത്തിൽ പോയി പുഷ്പാർച്ചന അർപ്പിക്കുമ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അങ്ങനെ അതൊരു പ്രശ്നമല്ലാതായിട്ട് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സമരം ചെയ്യാനുള്ള, ചിന്തിക്കാനുള്ള യുക്തിയെ ഫാസിസ്റ്റുകൾ നുണപ്രചരണത്തിലൂടെ, ബോധമലിനീകരണത്തിലൂടെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത യുക്തിയെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സ്വയം സമരമായിട്ടാണ് ഞാൻ ഈ കൃതി എഴുതാൻ തീരുമാനിച്ചത്. ഇപ്പോൾ എല്ലാ കാലത്തും അവർ പിന്തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ നുണപ്രചരണം എന്നുള്ളത്. സവർക്കർ മലബാർ കലാപത്തെക്കുറിച്ച് നോവൽ എഴുതി നുണപ്രചാരണം നടത്തിയതുപോലെ തന്നെ ഇന്ന് സൈബർ ഹാൻഡിലുകൾ അത് നിർവഹിക്കുന്നുണ്ട്. ഈ നിലയ്ക്കുള്ള ഒരു തുടർച്ച ഇവരുടെ ഒരു പ്രവർത്തന രീതിയിൽ നമുക്ക് കാണാം. എന്നാൽ എന്തുകൊണ്ട് ഗാന്ധിയെപ്പോലെ ഒരു പ്രതിരോധം ഇന്ന് ഇന്ത്യയിൽ ഉയർന്നു വരുന്നില്ല? ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പ്രതിരോധങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ സാമൂഹികമായ ചുറ്റുപാടുകൾ നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുമ്പോഴാണ്. പക്ഷേ അക്രമങ്ങൾ ക്രമമായി തീരുന്നൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണെന്നുള്ളത്. അതുകൊണ്ടാണ് പെട്രോളിൻ്റെ വില വർധനവ് ഇപ്പോൾ നമുക്കൊരു വലിയ സമരമാക്കി മാറ്റാനോ അതൊരു വലിയ പ്രശ്നമായി നമുക്ക് തോന്നാത്തതോ അതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വില വർധനവ് എന്നുള്ളത് ഒരു ക്രമമായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ വംശഹത്യ എന്നുള്ളത്. അപരനെ ശത്രുവായി നിർത്തിക്കൊണ്ട് വേറെ തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് കളിക്കുക എന്നുള്ളത്, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുക എന്നുള്ളത്, വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു ക്രമമായി തീർന്നിട്ട് ആ ക്രമത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ വിധിക്കപ്പെടുകയാണ് നമ്മൾ. അതിൽ നിന്ന് പുറത്ത് കടക്കുക എപ്പോഴും ഈ സെക്യുലർ ബോധമുള്ള മനുഷ്യരുടെ സമരങ്ങളിൽ നിന്നാവും, വായിക്കുന്ന വലിയ സമൂഹങ്ങളിൽ നിന്നാവും. അത് പുസ്തകവായന മാത്രമല്ല, നമ്മളെ അയൽക്കാരെ നാം വായിക്കുക നമ്മുടെ സ്നേഹം കൊണ്ടാണല്ലോ. അങ്ങനെയുള്ള വായനകൾ പരസ്പരം മനുഷ്യരിൽ നിന്നുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ഈ ഫാസിസത്തിനെതിരെയുള്ളൊരു ഐക്യനിര രൂപപ്പെടുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗാന്ധി എന്തുകൊണ്ടൊരു പ്രതിരോധമാവുന്നില്ല എന്നുള്ളത് ഒരു ആശങ്കയാണല്ലോ അത്. പക്ഷേ ഞാൻ അങ്ങനെ കാണുന്നില്ല. ഗാന്ധി ഇപ്പോഴും നമുക്ക് ഒരു വലിയ സമരത്തിൻ്റെ പ്രേരണ. ഗാന്ധി ഇപ്പോഴും വലിയ പ്രതിരോധം തന്നെയാണ്. എനിക്ക് തോന്നി നൈനമം ബെരേറ്റ ഗാന്ധി മ്യൂസിയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്നും ഗാന്ധി വധം അവർക്ക് ഗോഡ്സെ RSSകാരനല്ല എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ജീവിച്ചിരുന്ന ഗാന്ധിയേക്കാൾ ഈ സംഘപരിവാർ പേടിക്കുന്നത്, ഭയക്കുന്നത് മരിച്ച ഗാന്ധിയെയാണ്. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നോവലിൽ അത് എഴുതിയിട്ടില്ല. ഗാന്ധിയുടെ വിലാപയാത്ര നമുക്ക് പരിശോധിച്ചാൽ അറിയാം.
അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം എത്രമാത്രം രാഷ്ട്രീയ ജാഗ്രതയുള്ള ആളുകളായിരുന്നു. ഗാന്ധിയുടെ വിലാപയാത്രയിൽ അന്ന് തലേന്ന് ഗാന്ധിയുടെ ശവശരീരം കാണാനായിട്ട്, ഭൗതികദേഹം കാണാനായിട്ട് ബിർള ഹൗസിൻ്റെ മുന്നിൽ അൽബുക്കർക്ക് റോഡിൻ തടിച്ചുകൂടിയ ആളുകൾ ആ മതിലിടിച്ച് പൊളിക്കുമെന്നുള്ള നില വന്നപ്പോൾ ആളുകളെ ആ റോട്ടിൽ കടത്തിവിടാതെ അധികാരികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് പറ്റാതെ വരികയും നെഹ്റുവിന് പോലും അതിനുള്ളിൽ കടക്കാൻ പറ്റാതെ വരികയും ചെയ്തപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുകയാണ്, മട്ടുപ്പാവിൽ ഇത് പൊതുദർശനത്തിന് വയ്ക്കാം. അപ്പോൾ ബിർള ഹൗസിൻ്റെ മുകളിൽ ഗാന്ധിയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചു, മൂടിയിട്ടാണ് വെച്ചത്, തല മാത്രം കാണിച്ചുകൊണ്ട്. പക്ഷെ അന്ന് രാത്രി, അർദ്ധരാത്രി യമുനയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഈ ഗാന്ധിയുടെ ഭൗതികദേഹം കുളിപ്പിക്കുകയാണ്. അർദ്ധരാത്രിയാണെന്ന് ആലോചിക്കണം. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു അർദ്ധരാത്രിയാണ്. ഇത് ഒരു സാമൂഹ്യമായ ഓർമ്മ ഉണ്ടാക്കാനായിട്ട് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ബോധപൂർവം ചെയ്യുന്നതാണ്. അതാണ് ഇന്ത്യയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും ഒക്കെ ചെയ്യേണ്ടത്. അതിൻ്റെ കുറവ് നാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. രണ്ടാമത്, അന്ന് രാത്രി വേറൊരു തീരുമാനം എടുക്കുകയാണ്. നാളെ വിലാപയാത്ര ബിർള ഹൗസിൽ നിന്ന് യമുനയുടെ തീരത്തേക്ക് ചിതയൊരുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഗാന്ധിയുടെ ശവശരീരം മറയ്ക്കരുത് എന്നുള്ള തീരുമാനം എടുക്കുകയാണ്, തുണി കൊണ്ട്. കാരണം എന്താണ്? ഗാന്ധിക്കേറ്റ മുറിവുകൾ ആരാണ് ഉണ്ടാക്കിയത് എന്ന് ലോകം കാണട്ടെ എന്ന് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കാം. ഗാന്ധിക്കേറ്റ 3 മുറിവുകൾ ലോകം കണ്ടു. ഏത് പ്രത്യയശാസ്ത്രമാണ് ഗാന്ധിയെ ഇല്ലാതാക്കിയതെന്ന് ലോകം അറിഞ്ഞു. 1 മില്യൺ ആളുകളാണ് ആ ശവഘോഷയാത്രയിൽ പങ്കെടുത്തത്, കണ്ടത്. അത് മാത്രമല്ല, ഇപ്പോൾ AR പോലുള്ള അന്നത്തെ ഒരു മീഡിയ അത് എയർ ചെയ്യാണ്, ലൈവ് കമൻട്രിയാണ്. മെൽവിൻ ഡി മെൽവോ എന്ന് പറയുന്ന ഒരു ബ്രോഡ്കാസ്റ്റർ 7 മണിക്കൂറാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ 7 മണിക്കൂർ തുടർച്ചയായിട്ട് ഈ ശവഘോഷയാത്ര, വിലാപയാത്ര ജനങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ അത് ആളുകൾ കേൾക്കുകയാണ്. ആ വിലാപയാത്രയുടെ ആ കമൻറ്റേറ്ററി നാം ഇന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം എന്താണെന്നും നമ്മൾ ഇന്ത്യക്കാരാരാണെന്നും നമ്മളെങ്ങനെയാണ് ഈ രാജ്യത്തെ പുലർത്തേണ്ടതെന്നുമുള്ള വലിയ രാഷ്ട്രീയ ബോധ്യം നമുക്ക് വരും. കാരണം ആ ഒരു ചരിത്രമാണ് അദ്ദേഹം ആ കമൻട്രിയിലൂടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നാം ഇന്ന് ചെയ്യേണ്ടത്. അത് പല രീതിയിലുള്ളാവാം, ഇതുപോലുള്ള കൃതികളാവാം. ഇപ്പോൾ ഞാൻ നാനമ്മ ബെനറ്റെ സ്പെസിഫിക് ആയിട്ട് പറയില്ല, ഇത്തരത്തിലുള്ള ധാരാളം കൃതികൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. ഉദാഹരണത്തിന് കാശ്മീർ ഒരു വേവുന്ന അടുപ്പാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കാശ്മീരിൻ്റെ തനതായ ജീവിതങ്ങളെ എങ്ങനെയാണ് ഈ ഭരണകൂടം ബുൾഡോസർ വെച്ച് നിരപ്പാക്കി കളഞ്ഞതെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് ഒരു കൃതി വരുന്നു, സജദ് മാലിക്കിൻ്റെ ഒരു ഗ്രാഫിക് നോവൽ വരുന്നു. അപ്പോൾ മുന്ന എ ബോയ് ഫ്രം കാശ്മീർ എന്ന് പറയുന്ന ഒരു കൃതി വരുന്നു. ആ കൃതി ISBN കോഡ് നൽകാതെ ഈ ഭരണകൂടം നിരോധിക്കാൻ ശ്രമിക്കുന്നു. ഇദ്ദേഹം ഇന്ത്യക്ക് പുറത്തുപോയി അത് അച്ചടിക്കുകയും ഓൺലൈനിൽ അത് ആളുകൾ വായിക്കുകയും ചെയ്യും. പിന്നീട് ഇത് ഭരണകൂടം അതിൽ നിന്ന് പിന്മാറുകയും ആളുകൾ വ്യാപകമായിട്ട് അത് വായിക്കുകയും ചെയ്യും. എന്താണ് ആ ഗ്രാഫിക് നോവൽ മുന്നോട്ട് വയ്ക്കുന്നത്? ആ ഗ്രാഫിക് നോവലിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിലെ സാധാരണ മനുഷ്യർക്ക് കാശ്മീരിലെ വംശനാശം നേരിടുന്ന മാനിൻ്റെ തലയാണ് അദ്ദേഹം വരച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഭരണകൂടത്തിന് അനുകൂലമായി തീരുമാനമെടുക്കുന്ന ആളുകൾക്ക്, അവിടുത്തെ ഫോഴ്സുകൾക്ക്, അവിടുത്തെ യൂണിഫോം ഇട്ട ആളുകൾക്ക്, ജനങ്ങളെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന ആയുധധാരികൾക്ക് ഒക്കെ തന്നെ സാധാരണ മനുഷ്യരുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് അദ്ദേഹം വരച്ചേക്കുന്നത്. ഇത് മുന്നോട്ട് വെക്കുന്ന വലിയ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഈ പൊളിറ്റിക്സിനെ ടോളറേറ്റ് ചെയ്യാൻ പോലുള്ള ശക്തി ഫാസിസത്തിനില്ല എന്നുള്ളത് നമ്മുടെ പോലെ ഈ ജനാധിപത്യ ബോധത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വലിയ ഊർജം തരുന്ന സംഗതിയാണ്. അതുകൊണ്ട് വർക്ക് ഓഫ് ആർട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഫാസിസം നിലനിൽക്കുന്ന ഈ കാലത്ത് വലിയ സമരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സമകാലിക പൊളിറ്റിക്കൽ ആർട്ടിൻ്റെ ഒരു ഏരിയ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രതിരോധത്തിൻ്റെ കലയേക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കശ്മീർ ഫയൽസിനെ പോലെയുള്ള, കേരള സ്റ്റോറിയെ പോലെയുള്ള വിധ്വംസകമായിട്ടുള്ള വിദ്വേഷ പ്രചാരണം നടത്തുന്ന സിനിമകളാണ്. അതിൻ്റെ ഒരു വലിയ നിരയാണ് ഇനി നാം കാണാനിരിക്കുന്നത്. ഇപ്പം സവർക്കറെ കുറിച്ചുള്ള സിനിമ വരുന്നു, ടിപ്പുവിനെ കുറിച്ചുള്ള സിനിമ വരുന്നു. ഇതിലൂടെ എല്ലാം പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ, ഹിന്ദുത്വ ആശയങ്ങൾ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ, മനുഷ്യവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ,
കലയെ ഇന്നലേക്ക് സാമ്രാജ്യത്വ ശക്തികൾ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിരുന്നുകൊണ്ട് കൂടിയാണ് നമ്മൾ പൊളിറ്റിക്കൽ ആർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ ആർട്ടിനെ നമ്മൾ ഏത് നിലക്ക് പ്രതിരോധിക്കുമെന്ന് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതില്ല. സാംസ്കാരികമായ മൂല്യബോധങ്ങളെ നിലനിർത്തിക്കൊണ്ടേ നമുക്ക് ഇതിനെ നേരിടാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പുസ്തക ചർച്ചകൾ ഉണ്ടാകുന്നു, പാട്ടുകളുണ്ടാകുന്നു, അതുപോലുള്ള മറ്റ് കലാവിഷ്കാരങ്ങളുണ്ടാകുന്നു. ഇതൊക്കെ എന്തിനാണ് എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം ഫാസിസ്റ്റുകൾ കലയുടെ മേഖലയാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞതുപോലുള്ള വ്യാജ ചരിത്രങ്ങൾ പറയുന്ന സിനിമകളുണ്ടാകുന്നത്. ഇപ്പോൾ RSSൻ്റെ 100ാമത്തെ വാർഷികം ആഘോഷം തുടങ്ങുകയായി. 2025 അവരുടെ 100 വർഷം പൂർത്തിയാകും. അതിൻ്റെ മുന്നോടിയായി 20ഓളം സിനിമകൾ എൻ്റെ അറിവിൽ വരും. സവർക്കറുടെ കുറിച്ചുള്ള 2 സിനിമകളാണ് വരുന്നത്, ഒരു സിനിമയല്ല. പ്രദീപ് ഹുഡ അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നു, ഈ ജനുവരിയിൽ റിലീസ് വെക്കുമെന്ന് പറഞ്ഞിരുന്നത്, അത് ഇപ്പോൾ വന്നിട്ടില്ല. പിന്നെ രാംചരൺ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന മറ്റൊരു സവർക്കറുടെ സിനിമ വരുന്നു. കാരണം നോർത്ത് മലിനമാക്കിയതുപോലെ സൗത്ത് മലിനമാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഒരു പോപ്പുലർ കൾച്ചറിൽ നിന്ന് തന്നെ ഒരാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ഈ സവർക്കറായിട്ട്. ഇത്തരത്തിലുള്ള നെറേറ്റീവ്സ് ഉണ്ടാവുന്നു, സിനിമയിലുണ്ടാവുന്നു. പോപ്പുലർ കൾച്ചറിലൂടെ ആളുകളുടെ ഇടയിലേക്ക് ബോധമലിനീകരണം അല്ലെങ്കിൽ ചരിത്രത്തെ മാറ്റാൻ എളുപ്പമുള്ള ഒരു കഥ പറച്ചിൽ രീതി അതുണ്ടാക്കുമെന്നുള്ളൊരു ബോധ്യം കൊണ്ട് അവർ അത്തരത്തിലുള്ള പോപ്പുലർ കൾച്ചറിലേക്ക് വരും. ഇപ്പോൾ PM മോഡി എന്ന് പറയുന്ന സിനിമ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് ഞാനൊക്കെ ആദ്യം കരുതിയത്. പിന്നെ നിരന്തരം സിനിമകൾ വരുന്നു. ഇപ്പോൾ ഗോൾവാൾക്കറെ കുറിച്ചുള്ള സിനിമ വരുന്നു, ഹെഡ്ഗേവാറിനെ കുറിച്ചുള്ള സിനിമ. എന്തിന് ഈ RSSൻ്റെ 100 വർഷത്തെ വ്യാജ ചരിത്രം പറയുന്ന ബാഗാദജ് എന്ന് പറയുന്ന സിനിമ വരുന്നു. ഈ സിനിമയുടെ പിറകിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അതെങ്ങനെയാണ് ഈ നമ്മുടെ ബോധത്തെ മലിനമാക്കാൻ തുടങ്ങുക എന്ന് നമുക്ക് മനസ്സിലാവും. ആ സിനിമ എഴുതുന്നത് പ്രതിലോമകരമായ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ, കലയിലെ പണാധിപത്യത്തിന് മാത്രം നിരന്തരം ആക്കം കൂട്ടിയ രാജമൗലിയെ പോലുള്ള ആളുകളുടെ സിനിമ എഴുതിയ രാജമൗലിയുടെ പിതാവ് ആണ് RSSൻ്റെ വ്യാജ ചരിത്രം പറയുന്ന 100 വർഷത്തെ ചരിത്രം പറയുന്ന സിനിമ വെള്ളിത്തിരയിലെത്തിക്കുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ തിരക്കഥാകൃത്ത്. അപ്പം നമ്മൾ വിചാരിക്കും വളരെ നിർദോഷമായിട്ട് വലിയ മാസ് സിനിമകൾ തന്നൊരാൾ എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് ലായത്തിൽ പോയി ചേർന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതിന് അവർ കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ ചന്ദ്രയാൻ്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് പാരിതോഷികമായിട്ട് അത് എഴുതുന്ന ആൾക്ക് ഈ ഫാസിസ്റ്റുകൾ കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പണം മാത്രമായിട്ടല്ല അത് കൊടുക്കുന്നത്, അദ്ദേഹത്തെ രാജ്യസഭ MP ആക്കിക്കൊണ്ടാണ്. അപ്പം നാം ആലോചിക്കേണ്ടത് ഈ പോപ്പുലർ കൾച്ചറിൽ നിൽക്കുന്ന ആളുകളുടെ പൊതുബോധ സൃഷ്ടിയിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ ഈ ഫാസിസ്റ്റുകൾ അവരുടെ സ്പോക്സ് പേഴ്സണാക്കി മാറ്റുന്നൊരു കാലമാണ്. ഈ കുഴിയിൽ PT ഉഷ വീണതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ എതിർപ്പ് നമ്മളിൽ നിന്നും ഉണ്ടാവണമെന്നുള്ള ബോധം നമുക്കുണ്ടാവുന്നു. അങ്ങനെ പലരും വീഴുന്നു. ഇപ്പോൾ ഞാൻ ആളുകളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. ഇതിനെ അവർ നേരത്തെ നമ്മുടെ സൊസൈറ്റിയെ മാറ്റാനുള്ള എന്ത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പിഴവ് വരുമ്പോൾ അവരെ തള്ളിപ്പറയണമെന്ന് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള മനുഷ്യരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കലാവണം ഇത്തരത്തിലുള്ള നറേറ്റീവിന് എതിരായിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി നാം ചെയ്യേണ്ടത്. അതേസമയം ഇപ്പോൾ മോദി ദ ഇന്ത്യ ക്വസ്റ്റ്യൻ പോലെയുള്ള BBC-യുടെയൊക്കെ ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ നിരോധിക്കപ്പെടുന്നു. അപ്പോൾ ഇത്തരം പ്രതിരോധത്തിന് ശ്രമങ്ങളെ ഇല്ലാതാക്കുകയും അതേസമയം ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന, അതായത് ഇപ്പം കശ്മീർ ഫയൽസിനൊക്കെ നമ്മുടെ ഇന്ത്യൻ ഫെസ്റ്റിവലിൽ തന്നെ വലിയ ബഹുമതികളാണ് കിട്ടിയത്. ഇപ്പം കേരള സ്റ്റോറിയും ഈ വർഷം വീണ്ടും അവിടെ പ്രദർശനത്തിനെത്തി. ഇങ്ങനെ പ്രതിരോധത്തിന് ശ്രമങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കാലത്ത് ഏത് തരത്തിലായിരിക്കും ഇനി നമ്മുടെ കല മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുക? ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റിക്കാണ് ഈ കാര്യത്തിൽ. കാരണം പാരിതോഷികങ്ങൾ കൊണ്ട് ഒരു നുണയെ പ്രതിഷ്ഠിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പത്മ പുരസ്കാരങ്ങൾ കൊടുത്തത് എത്തരം ആളുകൾക്കാണ് എന്നുള്ളത്. അപ്പോൾ അത് ചരിത്രത്തിൽ തന്നെ
മറ്റൊരു ചരിത്രം അതിനെ റദ്ദ് ചെയ്ത് കളയും. ഭാവിയിൽ ലോങ് റണ്ണിൽ അത് റദ്ദ് ചെയ്ത് കളയും. അങ്ങനെ ഒരു കാവ്യനീതി ഈ നേരിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാവും. അതങ്ങനെയാണ്, ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഹിറ്റ്ലറുടെ പ്രൊപ്പഗാൻഡ സിനിമകൾ എടുത്തിട്ടുള്ള ആളുകളുടെ വിധി എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഗാന്ധിയേക്കാൾ ഫാസിസ്റ്റുകൾ പേടിക്കുന്നത് കൊല്ലപ്പെട്ട ഗാന്ധിയാണെന്നുള്ളത്. അതിനുള്ള ഒരു വലിയ ഉദാഹരണം, ഇപ്പോൾ ഇവർ തന്നെ പുതുക്കി പണിത പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഇവർക്ക് സവർക്കറുടെ പ്രതിമ സൃഷ്ടിക്കാനുള്ള ശക്തി കിട്ടിയില്ല എന്നുള്ളതാണ്. ധൈര്യമില്ല. അവിടെ ഗാന്ധിയുടെ 16 അടി പ്രതിമ തന്നെയാണ് സ്ഥാപിച്ചത്. 9 വർഷക്കാലം ഈ ഫാസിസ്റ്റുകൾ ഭരിച്ചല്ലോ. കറൻസിയിൽ നിന്ന് ഗാന്ധിയെ ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ മിഷനറി വെച്ചിട്ട് അവർക്ക് എളുപ്പത്തിൽ നടത്താം. കാരണം ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള സമരം ഇന്ത്യക്കാരുടെ മാത്രം സമരമല്ല. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ വലിയ കൺസേണാണ്. അതുകൊണ്ടാണ് നമ്മുടെ മണിപ്പൂരിൽ പ്രശ്നങ്ങൾ നടന്നപ്പോൾ അതിനെതിരെ ആ ഒരു പ്രക്രിയയെ അപലപിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ യൂറോപ്യൻ പാർലമെൻറ്റ് കൂടിയിട്ട് അവിടുന്ന് സമ്മർദ്ദം ഉണ്ടാവാണ്. ഇന്ത്യ നല്ല സമ്മർദ്ദം ഉണ്ടായത്. യൂറോപ്യൻ പാർലമെൻറ്റിൽ അത് ചർച്ച ചെയ്ത സമയത്ത് അത് ഇദ്ദേഹത്തിന് 2 വരിയെങ്കിലും അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ഒരു രേഖയാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഫാസിസ്റ്റ് വൽക്കരണം ഇന്ത്യക്കാരുടെ മാത്രം കൺസേൺ അല്ല, അത് ലോകം മുഴുവനുള്ള ജനാധിപത്യ വിശ്വാസികളുടെ, മാനവിക ബോധമുള്ള മനുഷ്യരുടെ ഒക്കെ കൺസേണാണ്. ആ കൺസേൺ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്കുള്ളിൽ നിന്നുള്ള ഈ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള സമരത്തിന് ശക്തി കൂടുതൽ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഗാന്ധി, മരണപ്പെട്ട ഗാന്ധി അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഗാന്ധി കൂടുതൽ ശക്തനായി ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇപ്പം ഗാന്ധിയൻ സമര രീതികളൊക്കെ, ഇപ്പം നിരാഹാര സത്യാഗ്രഹം എന്ന സമരരീതിയെ നിരോധിച്ചുകൊണ്ടുള്ള അത് ആത്മഹത്യ കുറ്റമായി കണക്കാക്കിക്കൊണ്ടൊക്കെയുള്ള ഉത്തരവുകളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഗാന്ധി എന്നുള്ള ബോധം ഇനി ഇന്ത്യയുടെ പ്രതിരോധ ശ്രമങ്ങളെ ഏത് നിലയിലൊക്കെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തോന്നുന്നു? കല ഒരു വലിയ ഒരു സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. കല ഇപ്പോൾ ഇത് ഫാസിസ്റ്റുകളുടെ ഫണ്ടിങ് ഉണ്ടാവുന്ന കല ഒരു ഭാഗത്തുണ്ടാവുന്നു, പ്രതിരോധത്തിൻ്റെ കല വേറൊരു ഭാഗത്തുണ്ടാവുന്നു. കലയിലൂടെ അത് സാധ്യമാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അസ്തൂറിയാസ് എഴുതിയിട്ടുള്ള ദ പ്രസിഡൻറ്റ് പോലുള്ള കൃതികളുണ്ട്. ഗോട്ടിമാലിയയിലെ അന്നത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അന്നത്തെ പ്രസിഡൻറ്റിനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ കലാത്മകമായിട്ട് എല്ലാ സൗന്ദര്യ ബോധത്തോടും കൂടി എഴുതിയിട്ടുള്ളൊരു നോവലാണ് ദ പ്രസിഡൻറ്റ് പോലുള്ള കൃതി. ആ കൃതി 1957 എഴുതിയ സമയത്ത് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഭരണം നിലനിൽക്കുന്നതിനാൽ ഇത് പ്രസിദ്ധീകരിക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നാണ്. കോൾഡ് സ്റ്റോറേജിൽ 13 വർഷം നിന്നതിന് ശേഷമാണ് ഈ കൃതി വെളിച്ചം കാണുന്നത്. അപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഈ കൃതി പുറത്തു വന്നപ്പോൾ നിലവിൽ മറ്റൊരു പ്രസിഡൻറ്റ് വരികയും ഈ കൃതി ആ പ്രസിഡൻറ്റിനെതിരെ കൂടി സംസാരിക്കുന്ന കൃതിയായി നിലനിൽക്കുകയും ചെയ്യണം. അപ്പോൾ അധികാരത്തിനെതിരെയുള്ള വർക്ക് ഓഫ് ആർട്ട് എല്ലാ കാലത്തും അധികാരങ്ങൾക്കെതിരെ സംസാരിക്കും. ആൾ മാറുന്നു മാത്രമേ ഉള്ളൂ. ഈ കൃതി അസ്തൂരിയാസ് എഴുതിയ ദ പ്രസിഡൻറ്റ് എന്ന കൃതി ഇന്ന് ഇന്ത്യൻ കോണ്ടസ്റ്റിൽ ദ പ്രൈം മിനിസ്റ്റർ എന്ന പേരിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അച്ചടിച്ച് വിതരണം ചെയ്യുകയാണെങ്കിൽ അത് ഇന്നത്തെ ഈ മിലിറ്റൻ ഫാസിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു കൃതിയായിട്ട് അത് വായിക്കപ്പെടും. ഇതാണ് രാഷ്ട്രീയം എഴുത്തിൻ്റെ സർഗാത്മകത എന്ന് പറയുന്നത്. അതുകൊണ്ട് കലയിലൂടെയുള്ള പ്രതിരോധം ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്, എന്നിട്ടാണ് ബാലറ്റിലൂടെ ഇവരുടെ നേരിടേണ്ടത് എന്നുള്ളൊരു ഒരു രാഷ്ട്രീയ ബോധ്യമാണ് എനിക്കുള്ളത്. നമ്മൾ നോവലിലേക്ക് തിരിച്ചു വരികയാണ്. വിഭജനാനന്തര ഇന്ത്യയെ വളരെ തീക്ഷ്ണമായിട്ട് ആവിഷ്കരിക്കാൻ ഈ നോവലിന് കഴിഞ്ഞിട്ടുണ്ട്. നഗരങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫുകളിൽ കുനിഞ്ഞു നടക്കുന്ന മനുഷ്യരെ പോലെയുള്ള അനേകം മനുഷ്യർ ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഗാന്ധിക്കെതിരെ ഉള്ള ഗോഡ്സെയൊക്കെ അവതരിപ്പിച്ച കുറ്റപത്രത്തിലെ വലിയ കുറ്റം ഈ വിഭജന ശേഷമുള്ള ഇന്ത്യയിൽ ഗാന്ധി പോയി കണ്ടത് മുസ്ലിം അഭയാർത്ഥികളെ ആയിരുന്നു എന്നുള്ളതാണ്. ഗാന്ധി നിരാഹാരം അനുഷ്ഠിക്കുകയും അത് സമാധാനം പുലർന്നാൽ മാത്രമേ നിരാഹാരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് അവസാന ശ്വാസം വരെ വാശി പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വിഭജനാനന്തര കാലത്ത് ഇന്ത്യയിൽ, ഡൽഹിയിൽ സമാധാനം വീണ്ടെടുക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് വേണ്ടി സത്യാഗ്രഹം ചെയ്യാൻ ഒരു ഗാന്ധിയില്ല.
ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും ഒരു രാമക്ഷേത്രം അവിടെ പണി കഴിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഇനി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഭാവി ഏത് തരത്തിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ശരിക്കും അത് ഈ ചോദ്യം എങ്ങനെയാണ് ഒരു ഉത്തരം പറയുക എന്നുള്ളതൊരു കുഴഞ്ഞ പ്രശ്നമാണ്. കാരണം ഈ പ്രതിലോമകരമായ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് അത് ഒരു ഗൺ കൾച്ചർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് ന്യൂനപക്ഷങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഫാസിസ്റ്റുകൾ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ റിയൽ ഇന്ത്യക്കാരുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരെ സംരക്ഷിക്കലാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നാം ആദ്യം കൊണ്ടുവരും. പല്ല് തേക്കുന്നത് പോലെ നിത്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ട് നാം ഇന്ത്യക്കാരെ നാം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത ആണ് വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പോലെ, ദളിതുകൾ ആക്രമിക്കപ്പെടുന്നത് പോലെ, കമ്മ്യൂണിസ്റ്റുകൾ ആക്രമിക്കപ്പെടുന്നത് പോലെ, ജനാധിപത്യ വിശ്വാസികൾ ആക്രമിക്കപ്പെടുന്നത് പോലെ നാളെ ഇവർ ഇന്ന് സംരക്ഷിക്കുന്ന ആളുകളെ പോലും ഇവർ ആക്രമിക്കും. കാരണം അക്രമം ആണ് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൈമുതൽ. അപ്പോൾ അൺട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന അജണ്ടയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ നേരിടാനുള്ള ഇച്ഛാശക്തി കലയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 9mm ബെരേട്ട ഉപയോഗിച്ച് ഗാന്ധിയെ വധിച്ച അതേ തോക്കിന് പുതിയ ഭരണകൂടം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി അതേ തോക്ക് നിർമ്മിക്കാനുള്ള ഒരു ഫാക്ടറിക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ്. ചെന്നൈയിൽ കല്യാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇനി അത് ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയെ മുഴുവൻ, ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു അത്യാവശ്യം മരുന്ന് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുമായിരിക്കില്ല, പക്ഷേ ഒരു തോക്ക് തീർച്ചയായിട്ടും സമീപഭാവിയിൽ കിട്ടുമെന്ന് തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗതികൾ വരുന്നു. ഇപ്പോൾ ഫണ്ട് ചെയ്യുന്ന, അപ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ആമസോൺ പോലുള്ള വലിയ കോമേഴ്സ് ഭീമനെ പോലും ഈ ഹിന്ദു ഫാസിസം എങ്ങനെയാണ് വരിഞ്ഞു മുറുക്കുന്നത് എന്നുള്ളതിൻ്റെ സമീപകാല ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ആമസോൺ വിതരണം ചെയ്ത പല ഭരണകൂടത്തിനും എതിരെയുള്ള പുസ്തകങ്ങൾ ആമസോൺ വിൽക്കാൻ വെച്ചപ്പോൾ അത് ഇനി അത്തരത്തിലുള്ള പുസ്തകങ്ങൾ അവർ വിൽക്കരുത് എന്ന് തീരുമാനിച്ച ഭരണകൂടം എങ്ങനെയാണ് ഈ ആമസോണിനെ വരിഞ്ഞ് മുറുക്കി ഇല്ലാതാക്കിയതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഡൽഹിയിൽ മാസങ്ങൾക്ക് മുമ്പ് ബാപ്റ്റിസ്റ്റ് മിഷൻ, ഒരു അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷൻ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച സമയത്ത് അതിന് ഒരു പോസ്റ്ററിൽ സ്പോൺസർ ചെയ്തത്, ഒരു ബാനർ സ്പോൺസർ ചെയ്തത് ആമസോൺ ആയിരുന്നു. അടുത്ത ദിവസം ഓർഗനൈസറിൽ ഒരു എഡിറ്റോറിയൽ വരികയാണ്, ആമസോൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മതപരിവർത്തനം നടത്താൻ വന്ന ഒരു കമ്പനിയാണെന്ന്. ഇത്തരത്തിലുള്ള നെറേറ്റീവാണ് വരുന്നത്. അതുമാത്രമല്ല, ഇവരുടെ ട്രോൾ ആർമി ഇത്തരം കോമേഴ്സ് ഭീമനെതിരെ വ്യാജ പ്രചരണം നടത്തുകയും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 30% ഓൺലൈൻ വിൽപ്പന കുറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കീഴ്പ്പെടുകയുണ്ടായിരുന്നു. അത് കാരണം ഇപ്പോൾ പരകാല പ്രഭാകർ എഴുതിയിട്ടുള്ള പുസ്തകം ഞാൻ ആദ്യം ഇത് ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നത്, നിങ്ങളുടെ ഈ വിലാസം നിലവിലില്ല, അതുകൊണ്ട് ഈ പുസ്തകം അയക്കാൻ നിർവാഹമില്ല എന്നാണ്. ഞാൻ അതിനു മുമ്പും ശേഷവും ഒക്കെ ഇതേ അഡ്രസ്സിൽ ആമസോണിൽ തന്നെ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിൽ ഭരണകൂടം ഇവരെ പേടിപ്പിക്കുന്നതാണ്. അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കമ്പനിയാണെന്നും കൂടി ആലോചിക്കണം ആമസോൺ. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഈ സംവിധാനത്തെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സംവിധാനത്തെ സാഹചര്യം ഈ നോവലിലും കടന്നു വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മിന്ത്ര എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഇതേപോലെ ഇല്ലാതാക്കാനുള്ള പ്രചാരണം നടക്കുന്നത്. അപ്പോൾ ആളുകളെ മാത്രമല്ല, ഈ വലിയ കമ്പനികളെയും ഒക്കെ തന്നെ അവരുടെ ടൂളായി ഉപയോഗിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതിൻ്റെ സാധ്യതയൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന എല്ലാ മനുഷ്യരുടെയും വീടുകളിലേക്ക് ED ഒക്കെ പറഞ്ഞേക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നോവലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം അയോധ്യയെക്കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഒരു പുതിയ യുഗത്തിൻ്റെ പിറവി എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിച്ചത്. അതേസമയം അയോധ്യയിൽ നിന്ന് വന്ന പല റിപ്പോർട്ടുകളിലും ഞാൻ വായിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുടെയും നിർമ്മാണത്തിന് വേണ്ടി വീട് നഷ്ടപ്പെട്ട, തൊഴിലിടങ്ങളില്ലാതായ, വയലുകൾ നഷ്ടപ്പെട്ട അനേക മനുഷ്യരുടെ നിലവിളികൾ കൂടിയായിരുന്നു. അവരിൽ പലരും പറയുന്ന ഒരു
കാര്യം ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു, പക്ഷേ രാമന് ഒരു വീടുണ്ടായി എന്നുള്ള നിലയ്ക്കാണ്. അതേസമയം അതിൻ്റെ അകത്ത് ഞാൻ അതിവിചിത്രമായി കേട്ടത്, ഇതുപോലെ വീട് നഷ്ടപ്പെട്ട ഒരാൾ നേരെ തിരിച്ചും പറയുന്നത് ഞാൻ കേട്ടു, ഞങ്ങൾക്ക് വീട് പോയാലും രാമന് ഒരു വീട് ഉണ്ടായല്ലോ എന്ന് ഒരു കാര്യം പറയും. നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ രാമന് മാത്രം വീടുണ്ടായ പോരാ, ഇവിടെ വീടില്ലാത്ത ഒരുപാട് രാമന്മാർ ഗുജറാത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അവർക്ക് വീട് വെച്ച് കൊടുക്കലാവണം ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത്. ദൈവങ്ങൾക്ക് വീടുണ്ടാക്കൽ സർക്കാരിൻ്റെ പണിയല്ല, അത് മറ്റ് ചില ആളുകളുടെ പണിയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ പാർലമെൻറ്റ് അമ്പലമാവുകയും അമ്പലം പാർലമെൻ്റ് ആവുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അത് നമ്മുടെ എന്താ പറയുക, ഇന്ത്യ എങ്ങനെയാണ് ചലിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ കുറച്ച് ആളുകൾ മാത്രം ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. അത് ഇവിടുത്തെ ജനാധിപത്യ ബോധമുള്ള ആളുകൾ ഉടനെ തന്നെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫാസിസ്റ്റ് വീണു പോയിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഫാസിസ്റ്റ് അല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയുടെ സാമൂഹ്യമായ ഓർമ്മ ഇത്തരം അധികാര കേന്ദ്രങ്ങളെ, അവരുടെ താഴികക്കുടങ്ങളെ തച്ചുടയ്ക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ അയോധ്യയിലെ മനുഷ്യരുടെ നിലവിളിയെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, ഈ നോവലിൽ എനിക്ക് ഏറ്റവും സവിശേഷമായി തോന്നിയിട്ടുള്ള ഒരു ഘടകം, ഇപ്പോൾ RSS പോലെ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ പോലെയുള്ള ഒരു സംഘടന എത്രത്തോളം ബ്രാഹ്മണിക്കലാണ് എന്നും, എന്നാൽ അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് വെറും ഉപകരണങ്ങളായിട്ട് അവരെങ്ങനെയാണ് താഴേക്കിടയിലുള്ള ജാതിയിൽ പിറന്ന ആളുകളെന്ന് അവർ പറയുന്ന ആളുകളെ അവർ ഉപയോഗപ്പെടുത്തിയതെന്നും വളരെ വ്യക്തമായി ഈ നോവലിൽ നിരവധി സന്ദർഭങ്ങളിൽ വിശദീകരിക്കും. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഇപ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ചെരുപ്പിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഉത്തരേന്ത്യ ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതേ സാമൂഹ്യ സാഹചര്യത്തിലാണ് ഒരു അമ്പലം നിർമ്മിക്കുകയും ആ അമ്പലത്തിൽ ഈ 25 ലക്ഷം ആളുകൾക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ള നറേറ്റീവ് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ സാധാരണ മനുഷ്യർക്ക് ചെരുപ്പിട്ട് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ഥലത്ത് ഇത്തരം ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നു എന്നുള്ളത്, അത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇത്തരത്തിലുള്ള ഒരു സെക്യുലർ ഇടത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് അത്ര വലിയ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ കോൾമേറിക്കൊള്ളുന്ന ആളുകളുണ്ടാവാം, അത് വേറെ തരം റൈറ്റ് ബ്രെയിൻ പ്രവർത്തിക്കാത്ത മനുഷ്യരാണ് എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ക്ഷേത്രം നിർമ്മിച്ചു, അതൊരു വലിയ മുന്നേറ്റമാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ വിജയമാണ് എന്നൊക്കെ തരത്തിലുള്ള നറേറ്റീവ്സാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ആഘോഷിക്കുന്ന ആളുകളോട് എനിക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. മുമ്പ് ഈ രാമക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന പൂജാരിയെ ആരാണ് വെടിവെച്ച് കൊന്നത്? നിങ്ങൾ ഓർക്കണം. ഈ സാമൂഹ്യമായ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഭാവിയെ കാണേണ്ടത്, ഭാവിയെ തിരിച്ചു പിടിക്കേണ്ടത് ഇന്ത്യയെ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാനുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് സാഹിത്യം ഉണ്ടാക്കുന്നത്. ഈ കെട്ടകാലത്തെ അടയാളപ്പെടുത്താനുള്ള വർക്ക് ഓഫ് ആർട്ട് ഉണ്ടാവേണ്ടത് അത്തരം ഒരു ബോധ്യത്തിൽ നിന്നാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എൻ്റെ വഴിയാണ്, ഇത് സാഹിത്യത്തിൻ്റെയോ കലയുടെയോ ശരിയായ വഴിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ വഴിയാണ്. ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കാനും അത് തുടരാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും പ്രതിരോധത്തിൻ്റെ കലയ്ക്ക് അത്തരം ഒരു സാധ്യതകളെ തുറന്നു തരാനും ഇന്ത്യയെ നവീകരിക്കാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ തന്നെ 1948 ജനുവരി 30 കേട്ട ആ 3 വെടിയൊച്ചകളെ വീണ്ടും ഓർമ്മിപ്പിച്ച ഈ സംഭാഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക്സ്.